സർ, ഈ വയനാട്ടിലെ ദുരന്തമുഖത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരികയാണ്. പക്ഷേ ഈ നരേന്ദ്രമോദി എപ്പോൾ വന്നാലും അതിന് മുന്നിൽ SPG എന്ന് പറയുന്ന ഒരു സുരക്ഷാ സംഘം ഇവിടെ എത്തും. എവിടെയാണോ പോകുന്നത് അവിടുത്തെ കൃത്യമായ കാര്യങ്ങൾ നിരീക്ഷിക്കും, എല്ലാം ചെയ്യും. ഈ മോദിയുടെ SPG പിള്ളർ, അവരെക്കുറിച്ച് കൂടുതലായി ആർക്കും ഒന്നും അറിയില്ല. ഈ ആരാണ് SPG? നമസ്കാരം. ആദ്യം തന്നെ SPG പോലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ അറിയപ്പെടേണ്ട ഒരു കാര്യമാണ്. കാര്യം അവരുടെ ജീവൻ പണയം വെച്ചും അവർ നമ്മുടെ പ്രധാനമന്ത്രിയെ സംരക്ഷിക്കുന്ന ഒരു മെക്കാനിസമാണ്. ഈ ചിന്ത ആദ്യം വരുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷമാണ്. ഇന്ദിരാഗാന്ധി അവരുടെ തന്നെ ബോഡി ഗാർഡ്സുമായിട്ട് സിഖ് ഖാലിസ്ഥാനി മൂവ്മെന്റിനെ ഒക്കെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി നഷ്ടപ്പെടുകയും അതിനുശേഷം 1980കളുടെ മധ്യത്തിന് ശേഷമാണ് ഈ ചിന്ത ശക്തമായി വന്നത്. 1988ലാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സ്ഥാപിതമായത്. പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റിയാണ് ഇവരുടെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. സിമിലർലി തന്നെ വ്യത്യസ്ത കാറ്റഗറി ഓഫ് സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഡിസർട്ട് കാറ്റഗറി സെക്യൂരിറ്റി ഉണ്ട്, പ്രസിഡന്റിന്റെ സെക്യൂരിറ്റി ഉണ്ട്. ഇപ്പൊ SPG എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഇമ്മീഡിയറ്റ് ഫാമിലി തുടങ്ങിയവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം. ഇപ്പോ എനിക്ക് തോന്നുന്നു 2019ലാണ് SPG പ്രൊട്ടക്ഷൻ ആക്ട് ചെറിയ വന്നു. ആദ്യം ഉണ്ടായിരുന്ന ധാരണ പ്രധാനമന്ത്രി ആയി കഴിയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, അതിനുശേഷം 5 വർഷം അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. അവർക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ മാറി അത് ലിമിറ്റഡ് ആക്കി പ്രധാനമന്ത്രിയിലേക്ക് അത് ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ SPGക്ക് ഒരുപാട് പവേഴ്സ് നൽകിയിട്ടുണ്ട്. കാര്യം പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കെങ്കിലും പ്രതിഷേധത്തിന് വേണ്ടി, ലോകത്തിനെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി കല്ലെറിയാം, ചെരുപ്പെറിയാം, ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയിൽ നേരിട്ട് പോലെ അറ്റാക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ മുൻ പ്രധാനമന്ത്രിക്ക് നേരിട്ട് പോലെ അറ്റാക്ക് ഉണ്ടാകാം. അപ്പൊ SPG എന്ന് പറയുന്നത് രാജ്യത്തെ എലീറ്റ് ഫോഴ്സ് ആണ്. ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ഇന്ത്യൻ ആർമിയിലെ, പോലീസിലെ, ബാക്കിയുള്ള സെക്യൂരിറ്റി ഏജൻസീസിലെ ഏറ്റവും എലീറ്റ് ആയിട്ടുള്ളവരെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇൻഇഫക്റ്റ് ആയിട്ടുള്ള ഹെഡായ, അതായത് നമ്മൾ പ്രസിഡന്റ് ആണ് തലവൻ എന്ന് പറയുമ്പോഴും ഡി ഫാക്ടോ പ്രൈം മിനിസ്റ്റർ ആണ് യഥാർത്ഥത്തിൽ തലവൻ. ആ പ്രൈം മിനിസ്റ്ററെ സംരക്ഷിക്കാനുള്ള പ്രൊട്ടക്ഷന്റെ പേരാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഥവാ SPG. ഇത് ഹോം മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. അതായത് അമിത്ഷായുടെ കീഴിലാണ് ഈ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. എന്തൊക്കെയാണ് സാർ ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ? എന്തൊക്കെയാണ് ഇവർ ഈ ഏതൊക്കെ തരത്തിലുള്ള പ്രൊട്ടക്ഷനാണ് ഇവർ ഈ പ്രധാനമന്ത്രിമാർക്ക് ഒരുക്കുന്നത്? അതായത് പ്രധാനമന്ത്രിക്ക്, പ്രത്യേകിച്ച് ശ്രീ നരേന്ദ്രമോദി, വളരെ ആക്റ്റീവാണ്, വർക്കഹോളിക് ആണ്. അദ്ദേഹം വർക്കിന് വേണ്ടി അഡിക്റ്റഡ് ആയ ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തോട് അനുകൂലമായവരും എതിരുള്ളവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഒരു വർക്കഹോളിക് ആണ്. ശ്രീ ശശി തരൂർ അടക്കമുള്ളവർ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളോട് വിയോജിപ്പ് കാണും, പക്ഷേ ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയ ഒരു മനുഷ്യനെ ഒരു പക്ഷേ കാണാൻ ബുദ്ധിമുട്ടാണ്. പല സ്ഥലങ്ങളിലേക്കും ഓടിയെത്തും. ഈ ഓടിയെത്തുന്ന സ്ഥലത്തെ എല്ലാം സെക്യൂരിറ്റി ആരും നോക്കണം? മാസങ്ങൾക്ക് മുമ്പാണ് പലപ്പോഴും പല പ്രോഗ്രാമും ചാർട്ട് ആകുന്നത്. പെട്ടെന്ന് നമ്മുടെ വയനാട് ദുരന്തം പോലെ വരികയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി സേഫ്റ്റി എങ്ങനെ ഉറപ്പാക്കും? അവിടെയാണ് ഇവർ പല രീതിയിലുണ്ട്. ഒന്ന്, പ്രധാനമന്ത്രിയുടെ റെസിഡൻസ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ നമ്മുടെ പ്രധാനമന്ത്രി താമസിക്കുന്ന, പണ്ട് റേസ് കോഴ്സ് റോഡ് എന്നറിയപ്പെട്ടിരുന്ന, ഇന്ന് ലോക് കല്യാൺ മാർഗ് എന്നാണ് എൻ്റെ ഓർമ്മ. കാര്യം ഞാൻ ഒരു 3-4 ദിവസം മുമ്പ് ഡൽഹിയിൽ പോയിരുന്നപ്പോൾ ആ വഴി കൂടെ പോയിരുന്നു. ആ പേര് മാറ്റിയിട്ടുണ്ടായി. പ്രധാനമന്ത്രി ഇപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ റെസിഡൻസ്, അദ്ദേഹത്തിന്റെ ഓഫീസ്, അദ്ദേഹത്തിന്റെ ട്രാവൽ അറേഞ്ച്മെന്റ്സ്, ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ മൂവ്മെന്റ്സ്, ഇതെല്ലാം SPG ആണ് നിയന്ത്രിക്കുന്നത്, SPG ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ SPGക്ക് പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ വസതി, യാത്ര, അദ്ദേഹത്തിന്റെ ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ട്രാവൽ അറേഞ്ച്മെന്റ്സ്, അദ്ദേഹത്തിന്റെ ഓഫീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർക്ക് വെൽ സെറ്റായ ഒരു പ്രൊസീജിയർ, പ്രോട്ടോകോൾ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഒരർത്ഥത്തിൽ നാട് മുഴുവൻ പ്രധാനമന്ത്രി പറയുന്ന കേൾക്കുമായിരിക്കും, പക്ഷേ പ്രധാനമന്ത്രിക്ക് പലപ്പോഴും SPG പറയുന്ന കേൾക്കേണ്ട ഒരു ആവശ്യകത കൂടെ വരുന്നുണ്ട്. എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം കൂടെ പങ്കുവച്ചാൽ 2007 എൻ്റെ ഓർമ്മ, NTPC കായംകുളം, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ കായംകുളത്തിന് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ്, അന്നത്തെ പ്രധാനമന്ത്രി, അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. പരിപാടിയുടെ ഹോസ്റ്റ് ഞാനായിരുന്നു. അപ്പം ഞങ്ങൾ തന്നെ റിഗറസ് ആയ ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ചെക്കിങ്ങിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ ആലപ്പുഴയിലെ കളക്ടർ, ഞങ്ങളുടെ ഒരു റിലേറ്റീവ്, ഞങ്ങളുടെ ഒരു ബന്ധു പോലത്തെ ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്നെ കാണാൻ വന്നു. SPGക്കാരെ സമ്മതിച്ചില്ല. അപ്പൊ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ കളക്ടറാണ് ഈ സ്ഥലത്തെ. അതായത് നമ്മുടെ മനസ്സിൽ കളക്ടർ എന്ന് പറഞ്ഞാൽ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ആണ്. അതുപോലെ അല്ലെങ്കിൽ ആ കളക്ടർ, SPGക്കാർ പറഞ്ഞ് മാറി നിന്നാൽ ഇത് കഴിഞ്ഞിട്ടേ കാണാൻ പറ്റൂ.
അപ്പം പ്രസിഡന്റിനും പ്രൈം മിനിസ്റ്ററിന് കൊടുക്കുന്ന അത്ര ഇമ്പോർട്ടന്റ് പ്രൊട്ടക്ഷനാണ്. സിമിലർ ആണ് പ്രസിഡന്റിന് കുറച്ച് വ്യത്യാസമുണ്ട്. പ്രസിഡന്റ്സ് ബോഡി ഗാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. SG നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൽ നിന്നും കൂടെ ഉള്ളതാണ്. സിമിലറായ ഒരു അനുഭവം എനിക്ക് എറണാകുളത്ത് വെച്ചുണ്ടായത്. കൊച്ചിയിലെ ആദർശ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം വന്നിരുന്നു. ആ പരിപാടി ഹോസ്റ്റ് ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. എനിക്കൊന്ന് മുഹമ്മദ് ഹനീഫ് സാറാണ് തോന്നുന്നത്, അന്ന് എറണാകുളത്തെ കളക്ടർ. അദ്ദേഹം എന്നോട് വന്ന്, അദ്ദേഹം വലിയ മഹാനായ ഒരു കളക്ടറാണ്, വളരെ സീനിയർ ഉദ്യോഗസ്ഥനാണ്. എന്നോട് വന്ന് അദ്ദേഹം ഇങ്ങനെ 2-3 പ്രാവശ്യം പറയാണ്, എനിക്കൊരു ഷോൾ ഇടാം. അവൻ സാറേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് അവിടെ കളക്ടറോ നമ്മുടെ മന്ത്രിമാരോ നമ്മുടെ മിനിസ്റ്റർമാരോ ഒന്നുമല്ല പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും വരുമ്പോൾ. ശ്രീ അബ്ദുൽ കലാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രോട്ടോകോളും അനുസരിക്കില്ല. മിനിറ്റ് ബൈ മിനിറ്റ് ആണ് പ്രസിഡന്റേയും പ്രൈം മിനിസ്റ്ററുടെയും പ്രോഗ്രാം എല്ലാം ചാർട്ട് ചെയ്യുന്നത്. ഓരോ മിനിറ്റും എന്ത് ചെയ്യണമെന്നുണ്ട്. ഞാൻ ആ ചാർട്ട് കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാം. 10 to 10:1, 10:1 to 10:2, 10:2 to 10:3, 10:3 to ഇങ്ങനെയാണ് അരമണിക്കൂറിലെ ചാർട്ട് ഉണ്ടാക്കുന്നത്. ഓരോ മിനിറ്റും ഉണ്ട്. അബ്ദുൽ കലാം ഏതോ ഒരു പ്രത്യേക നിലയിലെ ഏതോ ഒരു കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടി എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലിഫ്റ്റ് ഇവിടെ നിർത്താൻ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി. അദ്ദേഹത്തിന്റെ ഗാർഡ്സിന് ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ അങ്ങനെ പോകുന്നവരുണ്ട്. പക്ഷെ പൊതുവെ പ്രധാനമന്ത്രിമാർ കുറച്ചുകൂടെ ലെസ് റിസ്കേ എടുക്കാറുള്ളൂ. കാര്യം പ്രസിഡന്റ് കുറച്ചുകൂടെ സെറിമോണിയൽ പോസ്റ്റാണ്. ഒരു പ്രസിഡന്റിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് വളരെ റെയറാണ്. പക്ഷെ പ്രധാനമന്ത്രിമാർ പലപ്പോഴും ആക്രമണം നേരിട്ടിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ കുറച്ചുകൂടെ പൊളിറ്റിക്കലി സ്ട്രോങ് പോസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ്. അതുകൊണ്ട് യൂഷ്വലി പ്രൈം മിനിസ്റ്റേഴ്സ് SPG-ക്കാർ വരയ്ക്കുന്ന വരയ്ക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ നിൽക്കില്ല. അത് SPG-ക്കാരുടെ സ്ട്രെങ്ത് ആണ്. പ്രധാനമന്ത്രി പോലും ഒരർത്ഥത്തിൽ നിയന്ത്രിക്കാൻ വേറെ സ്നേഹം കൊണ്ടാണ്, സ്നേഹവും ബഹുമാനവും ഇഷ്ടവും കരുതലും കൊണ്ടാണ്. സ്നേഹം കൊണ്ട് നിയന്ത്രിക്കാനും പ്രോട്ടോകോൾ കൊണ്ട് നിയന്ത്രിക്കാനും SPG-ക്കാവൂ എന്നുള്ളതാണ് സത്യം. ഈ SPG-ക്കാരെ കുറിച്ച് കൂടുതൽ അവരുടെ വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും പുറത്തു വിടാൻ പാടില്ല, അങ്ങനെ പുറത്തു വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവരാരാണ്, എന്താണ് അവരുടെ കുടുംബ പശ്ചാത്തലം, ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് കൂടുതൽ SPG-യെ കുറിച്ച് അറിയുന്നത് തന്നെ. കാരണം മോദി വരുന്നതിന് മുന്നേ ഇവരെത്തുന്നു, സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളത്. ആരാണ്, ഏത് മേഖലയിലുള്ളവരെയാണ് എടുക്കുന്നത്, ഇവർക്ക് എത്ര നാളായിരിക്കും ഒരു പ്രധാനമന്ത്രിയോടൊപ്പം ജോലി ചെയ്യേണ്ടി വരുന്നത്, അതിനുശേഷം ഈ ജോലി കഴിഞ്ഞാൽ ഇവരെ പഴയ പോസ്റ്റിലേക്ക് തിരിച്ചു പോകുമോ, എന്താണ് ഇവരുടെ ഒരു ജോലി സംബന്ധമായ കാര്യങ്ങൾ? പബ്ലിക് ഡൊമൈനിൽ ഇവരെ കുറിച്ചുള്ള അറിവോ വിവരങ്ങളോ കുറവാണ്. അതങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. വേറൊന്നും കൊണ്ടല്ല, അതിനൊരു സീക്രട്ടീവ് നേച്ചർ ഉണ്ട്. ഇവരുടെ മൂവ്മെന്റ്സ്, ഇവർ മാനിപ്പുലേറ്റഡ് ആകരുത്, ഇവർ ഹണി ട്രാപ്ഡ് ആകരുത്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഹണി ട്രാപ്പിംഗ് അടക്കമുള്ള രീതികൾ കൊണ്ട് ഇവരെ ട്രാപ്പ് ചെയ്യുന്ന ഒരു സംഭവം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, പേരുകൾ പറയുന്നില്ല, കാര്യം വളരെ പ്രമുഖരാണ്, ദൗർഭാഗ്യവശാൽ അങ്ങനെ കുറെ പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ SPG-ക്ക് ഒരു സീക്രട്ടീവ് സ്വഭാവം നോക്കാറ്. ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഇന്ത്യൻ ആർമി, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ CAPF, സ്റ്റേറ്റ് പോലീസ് ഫോഴ്സ്, ഇവരിൽ നിന്നുള്ള ഏറ്റവും മികച്ച ആൾക്കാരെ, അതിന് കോമ്പാക്ട് അടക്കം, ഓൺ ഗ്രൗണ്ട് അടക്കം, സർവെയിലൻസ്, മോണിറ്ററിംഗ്, ഇന്റലിജൻസ് അടക്കമുള്ള മികച്ച രംഗങ്ങളിൽ നിന്നാണ് ഈ ആൾക്കാരെ എടുക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സംഭവം, ശ്രീ നരേന്ദ്രമോദി നമ്മുടെ പഞ്ചാബിൽ പോയി ദൗർഭാഗ്യവശാൽ ഒരു പ്രത്യേക സ്ഥലത്ത്, കർഷക പ്രക്ഷോഭകാരികളുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ വാഹനങ്ങൾ ഏതാനും നിമിഷം നിർത്തിയിടേണ്ട സാധനങ്ങളൊക്കെ വന്ന കാര്യം ഓർമ്മ കാണും. നമ്മുടെ നാട്ടിലെ മലയാളിയായ യൂസഫ് അലി വരെ പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചത് ശരിയല്ലെന്ന് പറയുകയും ചെയ്യും. പ്രക്ഷോഭവും പ്രൊട്ടസ്റ്റും ഒക്കെ ഉണ്ടാകാം, പക്ഷേ പ്രൈം മിനിസ്റ്ററിന്റെ അടക്കം വഴി തടഞ്ഞിട്ടല്ല അത് ഉണ്ടാവേണ്ടത്. സിംബോളിക്കലി നമ്മൾ പറയുമ്പോൾ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒക്കെ എതിർക്കുന്നു പറഞ്ഞാലും നമ്മുടെ രാജ്യത്തിന്റെ ഹെഡാണ്. ഇപ്പൊ എനിക്ക് ശ്രീ പിണറായി വിജയനോട് യാതൊരു മമതയില്ല, പക്ഷേ ശ്രീ പിണറായി വിജയൻ നമ്മുടെ സ്റ്റേറ്റിന്റെ ഹെഡാണ്. അത് ആ പോസ്റ്റിനെയും ആ വ്യക്തിയെയും അതുകൊണ്ട് ഞാൻ ബഹുമാനിക്കുന്ന ഒരു ഉത്തരവാദിത്തം ഒരു ഒരു മലയാളി എന്ന രീതിയിൽ, ഇന്ത്യക്കാരുടെ രീതിയിലുണ്ട്. അതേപോലെ നരേന്ദ്രമോദിജിയോട് എതിർപ്പുള്ളവർ കാണാം, പക്ഷെ അദ്ദേഹത്തിന്റെ വണ്ടിക്കോ കാര്യങ്ങൾക്കോ വിഘാതം സൃഷ്ടിച്ചുകൊണ്ടാവരുത്. ആ പ്രൊട്ടസ്റ്റുകൾ നമ്മൾ എയർ ചെയ്യണം. ഇപ്പൊ പഞ്ചാബിൽ പോയപ്പോൾ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി. ചില ആൾക്കാർ അത് കുറച്ചുകൂടി അതിശയോക്തിവൽക്കരിച്ച് നരേന്ദ്രമോദിജിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അത് വളരെ ദൗർഭാഗ്യകരമായി ഒരിക്കലും സംഭവിച്ചുകൂടാത്തൊരു കാര്യമാണ്. ഇപ്പൊ SPG-ക്കാർ ഇത്തരം കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് പ്രൊട്ടസ്റ്റുകൾ മോണിറ്റർ ചെയ്യും, സ്ഥാനങ്ങൾ മോണിറ്റർ ചെയ്യും, പ്രധാനമന്ത്രി പോകുന്ന സ്ഥലങ്ങളിൽ വരും. എനിക്ക് മോദിജി പങ്കെടുത്ത ഒരു പരിപാടിയിൽ പ്രസംഗിക്കാൻ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് മുമ്പാണ്, 2018 എൻ്റെ ഓർമ്മ. അതായത് വിവേകാനന്ദന്റെ ബർത്ത് ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് ജനുവരി 12 6 സ്പീക്കേഴ്സിനെ വിളിച്ചിരുന്നു ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ. PM ആയിരുന്നു അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്കൊന്നും അടുത്തുപോലും എത്താൻ കഴിഞ്ഞില്ല, ദൂരേന്നേ കാണാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ PM ആണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അവിടെയും ഈ SPG-ക്കാരടക്കമുണ്ട്. അദ്ദേഹം പോയതിനു ശേഷം, ആ ഗ്രൗണ്ട് ക്ലിയർ ചെയ്തതിനു ശേഷമാണ് ഈ അടുത്തിടയ്ക്ക് 2-3 മാസങ്ങൾക്ക് മുമ്പ് റിപ്പബ്ലിക് TVയുടെ ഒരു പരിപാടിക്ക് ഞാൻ പോയപ്പോൾ അവിടെ PM ആയിരുന്നു വന്നിരുന്നത്. അപ്പൊ അവിടെ നമ്മുടെ മൊബൈൽ കയറ്റില്ല, നമുക്ക് വീണ്ടും ചെക്കിംഗ് ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതൊരു വലിയ പ്രോസസ്സാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു PM എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യും, പക്ഷെ SPG-ക്കാർക്കായിരിക്കും ടെൻഷൻ. അതുകൊണ്ട് ഏറ്റവും ഹൈലി ട്രെയിൻഡ് ആയ, ഇന്റലിജന്റ് ആയ, കോമ്പാറ്റ് റെഡി ആയിട്ടുള്ള
ആർമി, പോലീസ്, സ്പെഷ്യൽ ഉദ്യോഗസ്ഥർ, ഇന്റലിജൻസ് ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത്രയും ഗാർഡ് കൂടുതലായി വരുന്നതിന്റെ കാരണം ചില ആൾക്കാർ ലാൽ ബഹദൂർ ശാസ്ത്രിക്കടക്കം ദൗർഭാഗ്യകരമായ ഒരു അന്ത്യമാണ് ഉണ്ടായെന്ന് പറയുന്നു. നമുക്ക് അതിന്റെ സത്യം അറിയില്ല. കോൺസ്പിറസി തിയറീസ് ഒക്കെയാണ്. താഷ്കണ്ടിൽ വെച്ച് അദ്ദേഹം പോയിസൺ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു, അല്ലെന്നും പറയുന്നു. നമുക്ക് അതിന്റെ വസ്തുത അറിയില്ല. പക്ഷെ ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പാണ്. ഇന്ദിരാഗാന്ധിയുടെ സംഭവിച്ചത് ബിഎൻ സിംഗും സത്വന്ത് സിംഗും ഇന്ദിരാഗാന്ധിയുടെ ബോഡി ഗാർഡ്സ് ആണ് ഇന്ദിരാഗാന്ധിയെ കൊല്ലുന്നത്. ആലോചിച്ച് നോക്കണം. ദോസ് ഹു ആർ സപ്പോസ് ടു പ്രൊട്ടക്ട് യു, ഇന്ദിരാഗാന്ധിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇവരുള്ളവരാണ് അവരെ കൊല്ലുന്നത്. ഇന്ദിരാഗാന്ധിയോട് ഒരുപാട് പേര് പറയുന്നുണ്ട് സിഖുകാരാണ്, ബോഡി ഗാർഡ്സ് ആണ് അവരെ മാറ്റി. പ്രത്യേകിച്ച് ഖാലിസ്ഥാനികൾക്കെതിരെയുള്ള നടപടിയിൽ പഞ്ചാബിൽ പ്രക്ഷോഭം രൂക്ഷമാണ്. പക്ഷേ ഇന്ദിരാഗാന്ധി പറയുന്നത് എനിക്ക് ഇവരെ വിശ്വാസമാണ്, ഒരു കാരണവശാലും ഞാൻ മാറ്റില്ല, മാറ്റി അതിന് ശേഷം കൊടുക്കുമെന്ന്. പക്ഷേ ദൗർഭാഗ്യ സുവർണ ക്ഷേത്രത്തിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം ദൗർഭാഗ്യവശാൽ നമ്മുടെ പ്രധാനമന്ത്രി വധിക്കപ്പെടുകയുണ്ട്. അപ്പൊ അതിനൊക്കെ ശേഷം ഏറ്റവും ഗാർഡഡ് ആണ്. അതുകൊണ്ട് ഒരു ചെറിയ എമൗണ്ട് ഓഫ് സീക്രസി ഉണ്ട്. നമുക്ക് സ്ഥിരം കാണാൻ കഴിയുന്നവരെ താങ്കളും കാണും, കറുത്ത ഡ്രസ് ഇട്ട് കറുത്ത കണ്ണാടി വെച്ച് കൈയിന്മേൽ കൈയും വെച്ച് എപ്പോഴും ഒരു ബോഡിയായി ട്രിഗർ റെഡിയായി നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ തന്നെയാണ് അതിന്റെ സെക്യൂരിറ്റി സർവീസും കാര്യങ്ങളും. കാര്യം രാഷ്ട്രീയത്തിന് അനുകൂലമാകാം, എതിരാകാം. പക്ഷേ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഈ പ്രക്രിയയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അവരെ ബഹുമാനിക്കേണ്ടത്, പ്രതിഷേധിക്കുമ്പോഴും മാന്യത കാണിക്കേണ്ടത്, ഒരു കാരണവശാലും വയലൻസിനോ അക്രമത്തിലോ വിധേയമാക്കേണ്ടാത്ത ആൾക്കാർ നമ്മുടെ ഈ ടോപ്പ് പോസ്റ്റ് ഇരിക്കുന്നവരാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി, അല്ലെങ്കിൽ രാജീവ് ഗാന്ധി. അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴല്ല, പക്ഷെ പിന്നീടാണ്. പക്ഷെ അദ്ദേഹം അപ്പോൾ എടുത്തൊരു ആക്ഷന്റെ പേരിലാണ് LTT കാരണം കൊല്ലപ്പെട്ടത്. അപ്പൊ SPG ആണ് പ്രധാനമന്ത്രിയുടെ പ്രൊട്ടക്ഷൻ. സിമിലർ ആയിട്ടുള്ള നല്ല എലാബറേറ്റ് പ്രൊട്ടക്ഷൻ സർക്കിൾസ് മറ്റുള്ളവർക്കും ഉണ്ട്. പക്ഷെ ഇപ്പോൾ നരേന്ദ്രമോദിജിക്കാണ്, പ്രത്യേകിച്ച് നരേന്ദ്രമോദി വളരെ ഒരു സ്ട്രോങ് മാനും കൂടി ആയതുകൊണ്ട് SPG കുറെ കൂടെ അലേർട്ട് ആൻഡ് ഗാർഡ് ആകും. അത് ആരെയും ഇതാക്കാൻ പറയുന്നില്ല. ഇപ്പൊ ദേവഗൌഡജിക്കെതിരെയുള്ള ത്രെറ്റ് പെർസെപ്ഷൻസ് കുറവായിരിക്കും. പ്രധാനമന്ത്രിമാരിൽ തന്നെ കാറ്റഗറൈസേഷൻ കാണും. ത്രെറ്റ് പെർസെപ്ഷൻ ഇവരൊരു വാക്ക് വിളിക്കാറുണ്ട്. പക്ഷേ ആ വാക്ക് ശ്രദ്ധിച്ച് കാണും. ഇന്റലിജൻസ് സർക്കിൾസിലൊക്കെ സ്ഥിരം പറയുന്ന ഒരാൾക്കാണ്. ഒരു വ്യക്തിക്ക് ത്രെറ്റ് പെർസെപ്ഷൻ ഉണ്ട്, അവർക്ക് അതിനൊരു മെട്രിക്സ് ഉണ്ട്. അതായത് ആ മെട്രിക്സിൽ എത്രമാത്രമാണ് വരുന്നത്, 10ൽ 5 ആണോ അല്ലെങ്കിൽ 100ൽ 80 ആണോ, ത്രെറ്റ് പെർസെപ്ഷൻ ഉണ്ടാവും. ഏതെങ്കിലും പ്രക്ഷോഭം നടക്കുമ്പോൾ ആൾക്കാർ അത് എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ ആ ത്രെറ്റ് പെർസെപ്ഷൻ ഒക്കെയാണ്. SPG ആണ് അങ്ങനെ PM-ന്റെ പ്രൊട്ടക്ഷന്റെ ബേസ് ഉള്ളത്. 88-ലാണ് അതിന്റെ നിയമം ഉണ്ടാവുന്നത്. നന്ദി സർ. കാരണം SPGയെ കുറിച്ച് ആളുകൾക്കുള്ള അറിവ് വളരെ പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് വളരെ കുറവായിരിക്കും. പക്ഷെ അവർ ഈ പേര് ഒരുപാട് കേട്ടിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം അറിവുകൾ കൂടുതൽ നമ്മൾ അവരിലേക്ക് എത്തിക്കുമ്പോൾ ആരാണ് ഇവർ, ഇപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് വിവരങ്ങൾ കിട്ടുമായിരിക്കും. എങ്കിലും കുറച്ചുകൂടി ഇത്രയും കാര്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിച്ചതിൽ സാറിനെ ക്ഷണിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. എനിക്ക് ഒരു കൺക്ലൂഡിംഗ് വരി കൂടെ പറഞ്ഞാൽ, തീർച്ചയായിട്ടും ഞാൻ സ്ഥിരം കാണുന്നതാണ്. ABC മലയാളം ഞാൻ സ്ഥിരം കാണുന്നതാണ്. എഡ്യൂക്കേറ്റീവും എന്റർടൈനിങ്ങും ഇത് തമ്മിലുള്ള ഒരു ബാലൻസ് നിങ്ങൾ നന്നായി കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ബാലൻസ് ആണ് പ്രധാനം. നമുക്ക് എഡ്യൂക്കേറ്റീവ് ആവണം എന്ന് പറഞ്ഞാൽ മറ്റേ റിസർച്ചിൽ സാറുമാർ സംസാരിക്കുന്ന പോലെ ആവരുത്. എന്റർടൈനിങ് ആകണം, പകരം ക്ലിക്ക് ബൈറ്റ് ജേർണലിസം മാത്രം ആവരുത്. അപ്പൊ ഈ എഡ്യൂക്കേറ്റീവും എന്റർടൈനിങ്ങും എന്നുള്ള ബാലൻസ് നല്ല രീതിയിൽ നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ശ്രീ ഗോവിന്ദൻകുട്ടി ആണെങ്കിലും ഇവരുടെ ബാക്കി ടീം മെമ്പേഴ്സ് ആണെങ്കിലും അറിയാനും അവരെ പരിചയപ്പെടാനും അവരുടെ സൗഹൃദത്തിലാകാനും സാധിച്ചിട്ടുണ്ട്. അപ്പം വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. ഇത്തരം കാര്യം നമ്മൾ അറിയുകയും നമ്മൾ സ്ഥിരം സംസാരിക്കുന്ന ജാതി, മതം, രാഷ്ട്രീയം, പരസ്പരമുള്ള വിദ്വേഷത്തിനപ്പുറം ഇൻഫോർമേറ്റീവായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാൻ ഉള്ള ഇനീഷ്യേറ്റീവ് കാണിച്ച ABCക്കും വളരെയധികം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനും കൂടുതൽ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ആൻഡ് എന്റർടൈൻ ചെയ്യാൻ നിങ്ങൾക്കാകട്ടെ. ജയ് ഹിന്ദ്. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.